ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ബീഫ് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്, ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അല്പം കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഴുവനെ ഇട്ടാൽ മതിയാവും. ഒരുപാട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിലോട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു 3-4 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മറ്റേ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പുറം സൈഡ് കൂടി ഒന്ന് മറിയിച്ചിട്ട് മൊരിച്ചെടുക്കുക. ഒരുപാട് നമ്മൾ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.